പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കാൽനട യാത്രികനായ തമിഴ്നാട് സ്വദേശി വാഹനമിടിച്ച് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാൽനട യാത്രയ്ക്കായി താൽക്കാലിക സംവിധാനമൊരുക്കി പൊതുമരാമത്ത് വകുപ്പ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ വയോധികൻ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചിരുന്നു. പൊതുമരാമത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് കാട്ടി നാട്ടുകാർ രംഗത്തെത്തുകയും ഇക്കാര്യം VCV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ഇതോട് ചേർന്നുള്ള പൊതുമരാമത്തിന്റെ അധീനതയിലുള്ള സ്ഥലം JCB ഉപയോഗിച്ച് നിരപ്പാക്കി ഇതുവഴി കാൽനട യാത്രക്കാർക്ക് നടക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. സംസ്ഥാന പാതയോട് ചേർന്ന് തന്നെ കാൽനട യാത്രക്കാർക്ക് കാണത്തക്ക വിധം ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ വാർഡ് കൗൺസിലർ KA ഫിറോസിന്റെ നേതൃത്വത്തിൽ DYFI പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പൊതുമരാമത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിട്ടും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആളുകൾ ഇതുവഴി സഞ്ചരിക്കാതിരുന്നത്. ഇതേ തുടർന്നാണ് ശനിയാഴ്ച വൈകിട്ട് JCB ഉപയോഗിച്ച് പരിസരം വൃത്തിയാക്കി കാൽനട യാത്രയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ചത്. സംസ്ഥാന പാതയോട് ചേർന്ന് തന്നെ ഓട നിർമ്മിക്കുകയും അതിനു മുകളിൽ സ്ലാബ് സ്ഥാപിക്കാതിരുന്നതിനാൽ റോഡിലൂടെയായിരുന്നു കാൽനട യാത്രക്കാർ നടന്നിരുന്നത്. സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ റോഡിലൂടെ നടക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. 150ഓളം മീറ്റർ ഭാഗത്ത് ഓടയ്ക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കുവാനുള്ള ഫണ്ടിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും പാസ്സായാൽ ഉടൻ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് SMC ചെയർമാൻ KV സക്കറിയ, CPM പരുത്തിപ്പുറ ബ്രാഞ്ച് സെക്രട്ടറി സുനേഷ് PS, DYFI യൂണിറ്റ് സെക്രട്ടറി ജാസിം കൊട്ടിലിങ്ങൽ, നാട്ടുകാരനായ സൈനുദ്ദീൻ കിണറമ്മാക്കൽ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് നമുക്കൊരു വഴി റെഡിയാക്കി തന്നിട്ടുണ്ട്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഫിറോസ് ഇന്ന് രാവിലെ തന്നെ DYFI പ്രവർത്തകർ വന്ന് ആദ്യം നമ്മൾ മൊന്തൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ JCB ഒന്ന് വഴി ക്ലിയറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ശാശ്വത പരിഹാരമാണ് ഇതിനാവശ്യം. നമുക്കിതിൻ്റെ മുകളിൽ സ്ലേബ് ഇടുക എന്നുള്ളതാണ് ശാശ്വത പരിഹാരം. അപ്പോൾ അതിന് നമ്മൾ വഴികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. നമുക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, മുമ്പ് ഇതുപോലെ ചെയ്തപ്പോൾ ആരും തന്നെ ഈ വഴി ഉപയോഗിച്ചിരുന്നില്ല. എല്ലാവരും ആ റോട്ടിലൂടെ തന്നെ നടന്നിരുന്നത്. അതാണ് എപ്പോഴും അപകടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ വഴി ഉപയോഗിച്ചുകൊണ്ട് കാൽനട യാത്രക്കാർ, അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളും സൈക്കിളിൽ പോകുന്നവരൊക്കെ ഇനിയെങ്കിലും ഈ വഴി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരോട് പറയാനുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി മുൻകൈയെടുത്ത PWDക്കും അതുപോലെ തന്നെ കൗൺസിലർ, DYFI പ്രവർത്തകർ, പാർട്ടിയുടെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. VCV ന്യൂസ്, പരുത്തിപ്ര.